നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ലൂസ് ടോക്ക് ഇടയ്ക്ക് 2 ദിവസം ഇല്ലായിരുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാജ്മോഹനോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഈ യാത്ര ഭയാനകം, ഒഴിവാക്കാനാവാത്ത യാത്ര ഒഴിവാക്കാൻ. അപ്പം ഞാൻ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല. രാത്രി മുഴുവൻ യാത്ര. ഇന്നലെ വൈകുന്നേരം ഒരു 6:30 മണിയായപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇന്ന് രാവിലെ 6 മണിയായപ്പോഴാണ് 12 മണിക്കൂർ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത്. 12 മണിക്കൂർ രാത്രി മുഴുവൻ, രാത്രി വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ യാത്രയായിരുന്നു. വെച്ചാൽ ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഈ മുണ്ടക്കായി ചൂരൽമലയിലെ ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുത്തെ യഥാർത്ഥ ഇരകൾ. സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി, കുറേ പേർക്ക് വീട് കിട്ടി, പക്ഷേ ഇതൊന്നും സാങ്കേതികമായി പിന്തുടരപ്പെട്ട നിരവധി പാവങ്ങൾ, 170ഓളം പേർക്ക് വീട് കിട്ടാനുണ്ട്, ഇനിയും കിട്ടാനുണ്ട്. ഒരു വാടക പോലും കിട്ടാത്ത മനുഷ്യരുണ്ട്. അന്ന് വാടക കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് വീട് എടുക്കുമ്പോൾ. ഭയങ്കര സങ്കടകരമായ അവസ്ഥയിലാണ്. ഞാൻ അവരെ വിളിച്ച് കണ്ട് സംസാരിച്ചു. അവരുടെ സങ്കടമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണത്തിലാണ്. അതായിരുന്നു മെയിൻ ഉദ്ദേശം. ഒപ്പം ഈ നമ്മൾ 2 കൊല്ലം മുമ്പ് ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പദ്ധതിയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പദ്ധതിയുടെ പുറകെ ഇങ്ങനെ ബഹളം വെച്ച് നടക്കാത്തതാണ്, ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ സഹോദരനുണ്ട്, ഫാദർ ജോർജ് കണ്ണന്താനം എന്ന് പറയും. ഈ ഫാദർ ജോർജ് കണ്ണന്താനം ഒരു 40 വർഷമായി തൻ്റെ ജീവിതം, ഈ അൽഫോൻസ് കണ്ണന്താനം കുടുംബം അറിയാമല്ലോ, 12 പിള്ളേരാണ്, 12 സഹോദരങ്ങൾ, 2 പേരെ ദത്തെടുത്തോട് കൂട്ടി. ഈ ദത്തെടുത്ത് അടക്കം വലിയ പ്രതാപികൾ. ഇവരെല്ലാം സോഷ്യലി കമ്മിറ്റഡാണ്. മണിമലക്കാരൻ സോഷ്യലി കമ്മിറ്റഡാണ്. അതിലൊരാൾ 8-മൻ ഈ ജോർജ് കണ്ണന്താനം എന്ന് പറഞ്ഞ അച്ഛനാണ്. അച്ഛന് ലോകം മുഴുവൻ ഒരുപാട് മദേഴ്സ് മീൽ അതേ ഇതെന്നൊക്കെ പറഞ്ഞ് കോവിഡ് കാലത്തെ, മറ്റേ സുനാമി കാലത്തെ, അങ്ങനെയുള്ള ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ദുരന്തമുണ്ടായാലും അച്ഛൻ അവിടെ ഒരുപാട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. വിദേശ സഹായമൊന്നും കൂടാതെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പം അച്ഛൻ്റെ ഒരുപാട് പദ്ധതി, കണ്ണ് കാണാത്തവർക്കൊണ്ട് പദ്ധതി, അതിൽ ഒരുപാട് പ്രോജക്റ്റ് ഷെൽട്ടർ എന്ന് പറഞ്ഞ പദ്ധതി അച്ഛൻ തുടങ്ങി. ഒരുപാട് പേർക്ക് അച്ഛൻ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 രൂപ വീതം ഒരാൾ എല്ലാ മാസവും നൽകുക. അങ്ങനെ 1000 പേര് ഈ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ 1000 പേര് 1000 രൂപ എല്ലാ മാസം കിട്ടും. മാസത്തിൽ ഒരു വീട് പണിയാം. ഇതാണ് അച്ഛൻ്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചു. നമ്മളിത് അവതരിപ്പിച്ചതോടുകൂടി 1000-ലധികം പേർ ഇതിൽ ഭാഗമായി. 10-12 പേര് ഫുൾ വീട് പണിയാനുള്ള കാശ് കൊടുത്തു. അങ്ങനെ അച്ഛൻ ഈ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട് 30 വീട് പണിതു. അതിന് 2ാം വാർഷികം കൽപ്പറ്റ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അതിൽ പങ്കെടുക്കണമായിരുന്നു. ഇത് രണ്ടോട് കൂട്ടി മിക്സ് ചെയ്ത് പരിപാടി പങ്കെടുത്ത് ഞാനൊരു ദിവസം കൽപ്പറ്റ പോയി താമസിച്ച് ചൂരൽമല കണ്ട് ഇതിൻ്റെ വിഷയം അവസ്ഥ എങ്ങനെയാണ് ചൂരൽമലയിൽ? അല്ല, അവിടെ ഈ നോഗോ സോണാണ് പലയിടങ്ങളിലും. ആളുകളൊന്നും അവിടെ ഇല്ല. ചൂരൽമല ഉണ്ടാക്കിയതിൽ ആളുകളൊന്നും അവിടെ ഇല്ല. അവരെല്ലാം വേറെ പല സ്ഥലങ്ങളും പാർപ്പിച്ചില്ല. അതേസമയം അതാണ് നേരിടാൻ പോകുന്നൊരു പ്രതിസന്ധി. കാരണം ഈ നോഗോ സോൺ കഴിഞ്ഞിട്ട് വേണം ഇനി പല സ്ഥലങ്ങളും തുറക്കാൻ പോകുന്നത്. അവിടെ അവർ തുറന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വീടില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്കത് വിശദമായി പഠിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് മുടങ്ങിപ്പോയി. യാത്രകളാണ്. ഇപ്പം നമുക്ക് നാട്ടിൽ പോകേണ്ടി വരുന്നുണ്ട്, അമ്മയപ്പനെയും കാണേണ്ടതുണ്ട്, കേസുകൾ, കോടതി, നിരന്തരം കേസുകൾ, യാത്ര. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കേസ് നമുക്കെതിരെ വന്നത്, നമ്മൾ ജാമ്യം എടുത്തു. ജാമ്യം എടുത്തതിന് ശേഷവും ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഈ ഇതുമായി ബന്ധം, അതായത് ഒരു കേസ് നമുക്ക് കിട്ടി. ആ കേസിൽ ജാമ്യം എടുത്തു കഴിഞ്ഞപ്പോൾ അതേ പരാതിക്കാരി പ്രൈവറ്റ് കംപ്ലയിൻറ്റ് പുതിയൊരു കേസ് വന്നിരിക്കുക. ഈ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കുഴപ്പമില്ല ചോദിക്കുന്നതൊക്കെ ചിലപ്പം വകുപ്പെട്ടെന്ന് വരും പോലീസ്. ഇനി നമ്മളതിന് പുറകെ നടക്കണം. അപ്പോൾ ഇങ്ങനെ നിരന്തരം ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ഇപ്പം ദിവ്യയുടെ കേസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ എല്ലാവരും എല്ലാ വാർത്തയും കൊടുക്കും, നമുക്കെതിരെ അങ്ങനെ ഒരു സംഘടിതമായൊരു കേസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ പുറകെ നടക്കണം. നമ്മൾ തളരാതെ മുമ്പോട്ട് പോകുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികൻ വയറിനെതിരെ 200 കേസുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വികാരാതിനെ ബഹളം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് അതിനേക്കാളും കേസുണ്ട് എടുത്തു. വയറിനെതിരെ ഉള്ളതൊക്കെ പോലും ലിമിറ്റഡാണ് കേസുകൾ. അപ്പോൾ എല്ലായിടത്തും, കേരളത്തിന് മാത്രമല്ല കേരളത്തിന് പുറത്തും സ്വാധീനമുള്ള ഒരു കേസ് ഓർത്ത് ബുദ്ധിമുട്ട് നമുക്ക് പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൽ മറ്റു വഴിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകണം. ശബരിമല നമ്മുടെ ഞെട്ടിപ്പിച്ചൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു നിസ്സാര സംഭവം ആണെന്ന് നമ്മൾ കരുതി വന്ന് ഇതിപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇത് എത്തിയിരിക്കുന്ന കാര്യം. ഞാൻ ഈ ശബരിമല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ലൂസ് ടോക്ക് തന്നെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ഒരു വാർത്തയ്ക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അത് സത്യമാണ്. ഞാൻ ഈ വാർത്ത ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട്, ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി വലുതാണെന്ന് നമുക്കറിയാം. പക്ഷേ എവിടെ നിന്നാണ് തട്ടിപ്പ്, എങ്ങനെയാണ് തട്ടിപ്പ്, ആരാണ് പ്രതികൾ, ഏതെല്ലാം തരത്തിലാണ് തട്ടിപ്പ്, ഇതൊന്നും വ്യക്തതയില്ല. ഇങ്ങനെ പലതും വരുന്നു. ഇപ്പോൾ ഒരു പോറ്റി പോറ്റി വലിയ ഉടായ്പുകാരനാണെന്നാണ് നമ്മൾ ഈ പത്രവാർത്ത മനസ്സിലാക്കേണ്ടത്. പക്ഷേ
ഈ പോറ്റിക്കപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡിലെ ഭാരവാഹികളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നത്, ഭക്തർ അവനിൽ ലാഭങ്ങളുണ്ടാവുമ്പോൾ നേട്ടമുണ്ടാവുമ്പോൾ അവനെ നന്ദിയായിട്ട് കൊണ്ട് ഭഗവാന് നേർച്ച കൊടുക്കും. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത്, ആന്ധ്രയും കർണാടകത്തിൽ നിന്നൊക്കെ ഇതിനൊന്നും കണക്കില്ല. ഈ കണക്കില്ലാത്ത സ്വത്തുക്കൾ ഇവർ കണക്കില്ലാതെ അടിച്ചു മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം സ്വർണ്ണപ്പാളി ഇപ്പോൾ ചെമ്പുപാളിയായി, സ്വർണ്ണപ്പാളിയുടെ 4 കിലോ കുറഞ്ഞു പോയി, 30 കിലോ സ്വർണ്ണ, പിന്നെ 20 കിലോ തങ്കം ഇത് വരുന്നു, കാണാതെ പോകുന്നു, അവിടുത്തെ രൂപങ്ങൾ മാറുന്നു. അതായത് ഒന്നിനും ഒരു കണക്കുമില്ല, ഒന്നിനും ഒരു രജിസ്റ്ററിയും ഇല്ല. ഒരു സാധനം പൊളിച്ചു മാറ്റിയാൽ ആ പൊളിച്ചു മാറ്റിയതിന് ഉത്തരവില്ല, പൊളിച്ചു മാറ്റിയ തൂക്കമില്ല, അത് എന്തിനു മാറ്റിയെന്നില്ല, അതെവിടെ പോയെന്നില്ല. ഇങ്ങനെ ഒരു പരിധി വരെ തട്ടിപ്പ് നടക്കുന്നു. മറ്റൊരു വശത്തെ ഇപ്പോൾ അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ വാതിൽ പാളി പൊളിക്കുന്നു, അല്ലെങ്കിൽ പുതുക്കെ പണിയാൻ. എന്നിട്ട് ഈ വാതിൽ പണി ഈ പണിക്കര അന്നേരം പൊറ്റി കൊണ്ടുപോയിട്ട് പല പ്രമുഖന്മാരുടെയും ജയറാം അടക്കമുള്ളവരെയൊക്കെ കാണിച്ച് കാശ് മേടിക്കുന്നു. അപ്പോൾ അത് ഒരു വശത്ത് കാശ് മേടിക്കുന്നു. കാരണം ജയറാമിനെ കുറ്റം പറയാൻ കഴിയുമോ? കാരണം ശ്രീകോവിലിൻ്റെ സ്വർണ്ണപ്പാളി കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പ്, അടിച്ചു മാറ്റുന്ന തട്ടിപ്പ്, പൊളിച്ചു കൊണ്ടുവന്ന തട്ടിപ്പ് എന്ന് വെച്ചാൽ അടിമുടി തട്ടിപ്പാണ്. ഈ ഭഗവാനെ വെച്ച് ഇവന്മാരെ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ വസ്ത്രങ്ങൾ പോലും ഇവന്മാർ നശിച്ച, ആഭരണങ്ങൾ പോലും ഇവന്മാർ അടിച്ചു മാറ്റി. ഇത് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുതിരയുടെ രൂപം ഒരാൾ കൊണ്ടുപോയി നേർച്ച കൊടുക്കുന്നു, ആ കുതിരയുടെ രൂപം എവിടെയെങ്കിലും അത് പ്രതിഷ്ഠിക്കുന്നു. പുതിയൊരു കുതിരയുടെ രൂപം കിട്ടുമ്പോൾ ഇതെടുത്ത് മാറ്റി അത് മാറ്റും, പിന്നെ കണക്കില്ലല്ലോ. മാത്രമല്ല ഇതിൻ്റെയൊക്കെ പിന്നെ നമ്മൾ പഴയ സാധനമൊക്കെ ആൻറ്റീക്ക് വാല്യൂ എന്ന് പറയുന്നത് പോലെ ഇതിനൊരു ആത്മീയ വാല്യൂ വളരെ കൂടുതലാണ്. ശബരിമല ശാസ്താനം എന്ന് പറയുമ്പോഴേ ആരാലും എത്ര വയസ്സൊന്നും അത് വലിയ തോതിൽ കൊള്ളയാണ്. ഈ കൊള്ള നിയന്ത്രിക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചിട്ടില്ല. ഹൈക്കോടതി ഇതിനകത്തൊരു കാര്യം, ഈ സ്പോൺസർ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ട്. സ്പോൺസർ ശബരിമലയിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വർക്കാണെങ്കിൽ അവിടെ എന്തെങ്കിലും നടക്കുന്നത് പിന്നെ ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങിക്കണം. അതിന് എളുപ്പം കരുതി ഇവർ ചെയ്യുന്നത് സ്പോൺസറായി കണ്ടുപിടിക്കുന്നു, അയാളെന്ന് പൈസ വാങ്ങിക്കുന്നു. ഈ സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ ഭഗവാനോടുള്ള വിശ്വാസവും ഭഗവാനോടുള്ള ഒരു നന്ദിയും ചൂഷണം ചെയ്തുകൊണ്ട് ഇവന്മാരെല്ലാം തടിച്ചു കൊടുക്കുന്നു. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പദവി വഹിച്ചിട്ടുള്ളവർ, ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയക്കാർ എല്ലാവരെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തണം. അത് ഇവർ CBI അന്വേഷിക്കണം. ഇവരന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം അടിച്ചു മാറ്റുന്ന ഇവരൊക്കെ കൂടിയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിരിക്കും. വലിയൊരു CBI അന്വേഷണം നടത്തി. അവിടെയും പ്രശ്നമുണ്ട്. ഈ അയ്യപ്പ സേവാ സംഘം ഇതുപോലെ അടിച്ചു മാറ്റി പണ്ട് കേസുണ്ടായിരുന്നു. ഒരു മധു മണിമല എന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തിരുന്നു. അയാൾ വലിയ ഭക്തനാണ്. ഈ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പേരിലുമുണ്ട് പരാതികൾ. അപ്പം ഞാൻ പറഞ്ഞ ഈ സകല മേഖലകളിലും പരാതിയാണ്. ഭക്തരുടെ പേരിൽ തെരൽ ബാലകൃഷ്ണയുടെ സമയത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെയും മേൽ പരാതിയാണ്. അപ്പം ഇത് ആര് അയ്യപ്പനെ രക്ഷിക്കും, ആര് ഭഗവാൻ രക്ഷിക്കുന്നു, ആർക്കൊരു പിടിയുമില്ല. നമ്മൾ വിശദമായി കുറച്ചുകൂടി ഇതിൻ്റെ ഇന്ന് നമ്മുടെ വിഷയം തീർച്ചയായും 2 ഒന്ന്, ബ്രിട്ടനിൽ അവരുടെ സിനഗോഗിലേക്ക് നടത്തിയ ഒരു ആക്രമണം, ഭീകരാക്രമണം. ജിഹാദ് അൽ ഷമി എന്നാണ് അയാളുടെ പേര്. ജിഹാദ് അയാളുടെ പേരാണോ? ജിഹാദ് അയാൾ പറയുന്നതാണോ? അൽ ഷമി എന്ന് ഞാൻ കണ്ടു. ജിഹാദ് അൽ ഷമി എന്നാണ് പക്ഷേ പലരും കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാൾ ജിഹാദിയാണോ എന്നുള്ള ജിഹാദി അൽ ഷമി എന്നാണോ അതോ അൽ ഷമി എന്നാണോ കാര്യത്തിൽ എനിക്ക് ആശയക്കുഴപ്പമുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ഒരു ആക്രമണം നടക്കുമ്പോഴും ഞാനത് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞ് അല്ല, ഇയാൾ പെട്ടെന്ന് എന്തായാലും അവരുടെ വിശുദ്ധ ദിവസമായിരുന്നു, യഹൂദന്മാരുടെ വിശുദ്ധ ദിവസമായിരുന്നു. അവിടേക്ക് ഇയാളൊരു കാറിൽ, ഒരു കറുത്ത കാറിൽ പാഞ്ഞ് ഇടിച്ച് കയറുന്നു, ഒരു കത്തിയായിട്ട് ഇറങ്ങി ആളെ ഓടിച്ചിട്ട് കുത്തുന്നു. 2 പേര് കൊല്ലപ്പെടുന്നു. അവസാനം പോലീസ് എത്തി ഇയാൾ വെടിവെച്ചു. 3 പേര് ഗുരുതരാവസ്ഥയിലാണ് കിടക്കുകയാണ്. ഈ സംഭവം ബന്ധപ്പെട്ട് വേറെ 2 പേരെ അവർ സ്ത്രീയെ വേറൊരാളെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇയാളൊരു ഡോക്ടറുടെ മകനാണ്, സിറിയയിൽ വന്നതാണ്. ഇയാളെന്തോ ട്യൂട്ടറൊക്കെയാണ് അത്രേ. ഇയാളെന്തോ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഒരാളാണ്. അറിയപ്പെടുന്ന അവിടുത്തെ ഈ കുഴപ്പക്കാരന്മാരുടെ കൂട്ടത്തിൽ പട്ടികയിൽപ്പെട്ട ആളല്ല ഇയാളെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ഈ വിഷയം ഗൗരവമായി പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, ബ്രിട്ടൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. ഈ ബ്രിട്ടൻ്റെ ഈ പാശ്ചാത്യ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഇവർ ഈ മനുഷ്യാവകാശങ്ങളും ഈ മനുഷ്യ നന്മയും ഒക്കെ അവർ വളരെ ഗൗരവത്തോടെ കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്, അസൈലം സീക്കേഴ്സ് എന്ന് പറയും, അഭയാർത്ഥികൾ. നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തോ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്തോ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തപ്പെട്ടാൽ അവർ നിങ്ങൾക്ക് അഭയം നൽകും, രാഷ്ട്രീയ അഭയം നൽകും. ഇതാണ് ഈ അസൈലം സീക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്,
മോദി സർക്കാർ പറയുന്നു നിനക്കിവിടെ ക്രിസ്ത്യാനി പാടില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയാണെങ്കിൽ എനിക്കിവിടെ രക്ഷപ്പെട്ട് അവിടെ ചെന്നാൽ അഭയം നൽകും. ഒരു കോസ് വേണം, കോസ് വേണം, ആ കോസ് തെളിയിക്കണം. അപ്പോൾ ഇവിടെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഓപ്ഷനെ ഇവർ ദുരുപയോഗം ചെയ്തിട്ട് ഇതൊരു മാഫിയയുടെ പിടിയിലേക്ക് അറിയും. ഇപ്പം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ആളുകൾ മാഫിയയുടെ ഭാഗമായി പണം കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാനിൽ പോകുന്നതെന്ന് വെച്ചാൽ ദുബായിക്കോ അബുദാബിക്കോ വിമാനത്തിൽ തന്നെ പോകും. അവിടുന്ന് അവൻ കള്ളബോട്ട് അവിടുന്ന് കള്ളബോട്ട് കയറുന്നില്ല, അവൻ അടുത്ത മരുഭൂമിയിലൂടെ യാത്ര ചെയ്തോ അല്ലെ മറ്റൊരു എവിടെയെങ്കിലുമൊക്കെ അവൻ ഗ്രീസിലോ ഗ്രീസിൽ എങ്ങനെയും ഫ്രാൻസാണ് ഫസ്റ്റ് ലാസ്റ്റ് എത്തപ്പെടുന്ന ഒരു ഏറിയ. ഗ്രീസിൽ ചെന്നാൽ മതി. ഗ്രീക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഗ്രീസുകാരും ഫ്രാൻസുകാരും ചെയ്യുന്നു. ഗ്രീസ് ഒരു വശത്ത് ഈ എൻട്രി പോയിന്റാണ്, ഫ്രാൻസ് മറുവശത്ത് എൻട്രി പോയിന്റാണ്. ഈ രണ്ടുപേരും ഇവരെ അങ്ങ് സ്വീകരിക്കുക. എന്തിനാണെന്നറിയാമോ? ഇവരോട് നിൽക്കൂല, ഇവർ നേരെ പോകുന്ന ബ്രിട്ടനിലേക്കോ ജർമ്മനിയിലേക്ക് വിട്ടാൽ മതി. അപ്പോൾ ഈ കലായിസ് എന്ന് പറഞ്ഞ ദ്വീപുണ്ട് ഫ്രാൻസിൽ. ഈ ദ്വീപ് മുഴുവൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് വന്ന് ടെൻ്റ് അടിച്ച് കഴിയുവാണ്. എന്നിട്ട് ഇവിടുന്നാണ് മാഫിയ വർക്ക് ചെയ്യുന്നത്. ഈ മാഫിയ ഈ മറ്റേ ഡങ്കി ബോട്ടുകളുണ്ട്, എന്നിട്ട് ഇതിൽ കയറ്റി അങ്ങ് വിടും. റിസ്ക്കാണ്, പലപ്പോഴും ഇത് മറിഞ്ഞു പോകാറുണ്ട്, മരിക്കാറുണ്ട്, പലരും മരിക്കാറുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ബ്രിട്ടൻ്റെ കടൽ തീരത്ത് എത്തിക്കഴിഞ്ഞാൽ അങ്ങ് വരെ പോകണ്ട, അതിന് മുമ്പ് തന്നെ ഈ ഡങ്കി ബോട്ട് പലപ്പോഴും മുക്കും. കാറ്റടിച്ചു വിട്ട് മുക്കുമ്പോഴത്തേക്കും ആളുകൾ വെള്ളത്തിലേക്ക് വീഴും. അപ്പോഴത്തേക്കും ബ്രിട്ടീഷ് നാവികസേന വന്ന് ഇവരെ രക്ഷിക്കും, റെസ്ക്യൂ ടീം എത്തും. എന്നിട്ട് ഇവരെ കൊണ്ടുപോയി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കാൻ, അസൈലം സീക്കേഴ്സിൻ്റെ അവരുടെ അന്തസ്സ് സംരക്ഷിക്കണം. പഞ്ചനക്ഷത്ര ഹോട്ടൽ താമസം, അവർക്ക് സൗജന്യ താമസം, ഫുഡ്, മക്കളുണ്ടെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാം, അവർക്ക് വിദ്യാഭ്യാസം, എല്ലാ ആഴ്ചയിലും അലവൻസ്, പോക്കറ്റ് മണി എല്ലാം ജീവിക്കും. ഇവരുടെ കേസ് ഒരു 8-10 കൊല്ലം കഴിയും തീരുമാനം ഉണ്ടാകാൻ. 8-10 കഴിഞ്ഞ് ഒഴിമാതിരിപ്പെട്ട ആളുകൾ പലർക്കും റിജക്റ്റ് ആവും. റിജക്റ്റ് ചെയ്ത് ഇവരെ കണ്ടെത്തിയാലേ നാട് കടത്താൻ പറ്റത്തുള്ളൂ. അവരും മുങ്ങും. ഇവർ ഈ ബ്ലാക്ക് മാർക്കറ്റ് വർക്ക് ചെയ്യും. ഇനി കിട്ടിയാൽ പിന്നെ അവൻ്റെ ഭാര്യയ്ക്കും ഭർത്താവിനും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും മുഴുവൻ വരാം വിസ കൊടുക്കും. അവർക്ക് കൊണ്ടുവന്ന് ഇവിടെ വർക്ക് പെർമിറ്റും വിസയും കൊടുത്ത് തീറ്റിപ്പോയി. ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടുന്ന ലക്ഷക്കണക്കിന് ഭീകരവാദികളുണ്ട്. ഇപ്പോൾ ഈ സിറിയയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ എത്തുന്ന മിക്കവരും തന്നെ ഈ അസൈലം സെൻറ്റർ പറഞ്ഞ് വരുന്നത് മുഴുവൻ ഇവരുടെ ഈ ഇസ്ലാമിക ഭീകരവാദം, ഒപ്പം ക്രിമിനൽസും ധാരാളം ക്രിമിനൽസാണ്. ഇവരാണ് ഈ വൃത്തികേട് മുഴുവൻ കാട്ടുന്നത്. അപ്പം ഇയാൾ അങ്ങനെ എത്തിയതാ. മാഞ്ചസ്റ്റർ എന്നിട്ട് സിറിയയിൽ നിന്നും ഇയാളുടെ അപ്പൻ അഭയം തേടി എത്തിയതാണ്. ആ അപ്പനെ കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2006 ഇയാൾക്ക് പൗരത്വം കിട്ടി ജീവിക്കുമ്പോൾ പക്ഷേ ഇയാളുടെ ഉള്ളിലേക്ക് ഈ ഭീകരവാദം തലയിൽ കയറുന്നു. അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് അയാൾ കത്തിയുമെടുത്ത് കാറെടുത്ത് ജൂതപ്പള്ളിയുടെ മുമ്പിലേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും തലങ്ങനമ്പിലെങ്കിലും കുത്തുന്നു, രണ്ടുപേരും മരിക്കുന്നു. ഇയാളെ വെടിവെച്ച് കൊല്ലുന്നു. ഇതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ബ്രിട്ടനിൽ. ഇതിനോടകം തന്നെ ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വലിയ വികാരം, ശക്തമായ പ്രതിഷേധമുണ്ട്. ഈ ഹോട്ടലുകൾക്ക് മുന്നിലെല്ലാം തന്നെ അവിടെ പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ഇതുണ്ടാകുമ്പോഴത്തെ സ്ഥിതി ആലോചിച്ച് നോക്കി. ഇതേ സമയം ഇന്ന് ഞാൻ വായിച്ച മറ്റൊരു വാർത്ത, ബ്രിട്ടനിലെ ഒരു പറ്റം MP-മാർ അവരാവശ്യപ്പെട്ടിരിക്കുന്നു ഗാസയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഗാസക്കാർക്ക് മുഴുവൻ ബ്രിട്ടൻ വിസ കൊടുക്കണം. പിന്നെ 10 ലക്ഷം 20 ലക്ഷം 10 ലക്ഷം അങ്ങോട്ട് പകുതിയായാലും മതിയല്ലോ. ഇവർ യുക്രൈൻ യുദ്ധം ഉണ്ടായപ്പം യുക്രൈൻ കുടുംബത്തോടെ വരുന്നവർക്കെല്ലാം ബ്രിട്ടൻ വിസ കൊടുത്തു. ഹോങ്കോങ് ചൈന പിടിച്ചെടുക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പം ഈ ഹോങ്കോങ്ങിലുള്ളവർക്ക് തായ്വാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യം, തായ്വാനുള്ളവർക്ക് പ്രത്യേക വിസ സ്കീം കൊടുത്തു. പിന്നെ അവരുടെയൊക്കെ ഒരു ഗുണമുണ്ടെന്ന് വെക്കാം. ഇത്തരത്തിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന വിഡ്ഢിത്തങ്ങളുടെ ഇരകളാണ് ഈ മനുഷ്യരെല്ലാം. അല്ല, അവിടുത്തെ പാർലമെന്റിൽ ഇതിന് അമെൻഡ് ചെയ്യാനൊന്നും വകുപ്പില്ല. അത് അവിടുത്തെ ഒരു രീതിയാണോ? ഈ അമെൻഡ് ചെയ്യാം, പക്ഷെ ഇവരുടെ ഈ വല്ലാത്ത ഈ വിശാല വീക്ഷണവും മാനവികതയും മനുഷ്യത്വം കൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന പരിപാടി. ട്രംപ് ഒറ്റയ്ക്ക് വന്നിട്ടില്ല അയാളെല്ലാം നിർത്തിയത്. അതിവിടെ പറ്റത്തില്ല, പ്രത്യേകിച്ച് ലേബർ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധിയെ ഇത് വല്ലാത്തൊരു ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയാണ്. അപ്പോൾ അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം അതല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഞാൻ ഇന്നത്തെ മാധ്യമ ദിനപത്രം കണ്ടു, അതുപോലെ ശ്രദ്ധിച്ചു കാണും. ഇന്നത്തെ മാധ്യമ ദിനപത്രം ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറഞ്ഞൊരു 1-ാം പേജ്, പരസ്യമൊന്നുമില്ല, ഒരു ഗ്ലോബിൻ്റെ അകത്ത് ഈ ഗ്ലോബിൻ്റെ സ്റ്റാൻഡുണ്ട്. സ്റ്റാൻഡ് അതൊരു കുഞ്ഞിനെ ഒരു ചോര പുരണ്ട പിടിച്ചിട്ടിരിക്കും. എന്നിട്ട്
ഗാസയിലെ കണ്ണീരിനെക്കുറിച്ചും സങ്കടത്തെക്കുറിച്ചും ലോകം മുഴുവൻ ഇതിന് ഇപ്പോഴും ആരെങ്കിലും ഈ കുട്ടികൾ ഈ ഗാസയ്ക്കെതിരായി ചിന്തിച്ചാൽ ഇസ്രായേൽ അനുഭവിച്ചിരുന്ന മനുഷ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ഭീകരമായ ഒരു ഡയലോഗാണ്. വല്ലാത്ത വൈകാരികമായൊരു സാധനം. പിന്നെ ആ അടുത്ത പേജുകളെല്ലാം, അടുത്ത പേജും മൂന്നാമത്തെ എല്ലാം ഗാസ സ്പെഷ്യലാണ്. അപ്പോൾ ഇവർ ഇത്തവണ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഫ്രീഡം ഫ്ലോട്ടിലാണ്. ഗ്രീറ്റ തൻബർഗും കഴിഞ്ഞ ദിവസം ഗ്രീറ്റ തൻബർഗും സംഘങ്ങളും കുറേ നാളുകളായി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ വരെ വന്നിരുന്നു. അന്ന് പിടികൂടി ഗ്രീറ്റ തൻബർഗ് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. നേരെ നാട് കടത്തി ഫ്ലൈറ്റിൽ കയറ്റി അവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവർ കുറേ ബോട്ടുകളിൽ ചെറു കപ്പലുകളിലായിട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം അവരെ പിടികൂടി, സ്വാഭാവികം. ഇപ്പോൾ ഗ്രീറ്റ തൻബർഗ് ആരോപിക്കുന്നത് എന്നെ ഇസ്രായേൽ നേവി തട്ടിക്കൊണ്ടുപോയി എന്നാണ്. തട്ടിക്കൊണ്ടുപോയിരിക്കണം, അതിൻ്റെ അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് ഞങ്ങളെ മോചിപ്പിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ സ്വീഡിഷ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റാണ്. ഇവർക്ക് വലിയ വലിയ പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ട്. അവർ ഈ സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സഹായവുമായി എത്തുന്നു എന്നാണ്. വാസ്തവത്തിൽ സഹായം എല്ലാ ദിവസവും 800 ട്രക്ക് ഇസ്രായേൽ കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ പറഞ്ഞു നിങ്ങളിങ്ങ് ഞങ്ങൾ കൊടുത്തേക്കാം, നിങ്ങൾ ഈ കൊണ്ടുവരണ്ട, ഞങ്ങൾ സ്വീകരിച്ചോളാം, ഇങ്ങനെ താന്ന് പറഞ്ഞു. അത് പറ്റൂല, ഞങ്ങൾക്ക് അവിടെ വരണം. ഒരു ആക്ടിവിസമാണ്. ഇതിനിവിടെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അവന്മാരെ പിടിച്ചു. ഇസ്രായേൽ എന്തായാലും അവിടെ കയറാൻ സമ്മതിക്കത്തില്ല. അവർ പിടിച്ചു, അവരെല്ലാം പിടിച്ച് ജയിലിലടയ്ക്കും. ഇസ്രായേൽ പരിപാടിയാണ്. എന്നിട്ട് ഇവരങ്ങ് കണ്ണീരൊടുക്കണം. എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇവരുടെ നിസ്സഹാവസ്ഥ. ഈ മീഡിയ വൺ പോലെ അല്ലെങ്കിൽ മാധ്യമം പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ഇവരുടെ അജണ്ടയുണ്ട്. ഇവരുടെ ഈ അജണ്ട പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ഇന്ത്യ ആയതുകൊണ്ടാണ്. ഇവർക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്, രാജ്യത്തിനെതിരെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്, ഭീകരവാദികളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നത് ഇന്ത്യ ആയതുകൊണ്ട്. ഇവർക്ക് സൗദി അറേബ്യ ചെന്നിട്ടോ അല്ലെങ്കിൽ UAE ചെന്നിട്ടോ എന്തിനേറെ ഖത്തറിൽ ചെന്നിട്ടോ ഇവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയാൻ പറ്റും. ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ആ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമൊന്നും വേണ്ട രാജ്ഭവൻ. കാരണം ഖത്തറിന്റെ കാര്യത്തിൽ ഫലസ്തീൻ്റെ കാര്യത്തിൽ ആ രാജ്യമൊക്കെ ഫലസ്തീൻ അനുകൂലമാണ്. പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും വേണ്ട എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ നിലപാട്. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത്, അതായത് ഈ ഫലസ്തീന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തെ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ സംഘടനകൾ ഇല്ല. അപ്പം അവരുടെ സ്വാധീന വലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അനുകൂലമായി പോലും അവരുടെ കോസിന് പോലും ഇല്ല. ഇവിടെ ഇങ്ങനെ നിരന്തരം ബഹളം വെക്കുന്നു. ഇവിടെ ഞാനിതിനകത്ത് മനസ്സിലാക്കുന്ന ഈ ഇരട്ടത്താപ്പാണ്. അതേസമയം ഈ മാധ്യമത്തിൽ ഞാൻ കണ്ടില്ല മാഞ്ചസ്റ്ററിൽ ഒരു ഇസ്ലാമിക ഭീകരവാദി നിരപരാധികളുടെ 2 ജൂതന്മാരെ കൊലപ്പെടുത്തിയതിന്റെ വാർത്ത ഞാൻ ഈ മാധ്യമത്തിൽ കണ്ടു. കൊടുക്കില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. കൊടുത്താൽ ഒരു പാരഗ്രാഫ് എവിടെ കൊടുത്തു, 2 പേര് കൊടുക്കും, ആരും കാണാത്തൊരു ഭാഗത്ത് കൊടുക്കും. ആലോചിച്ചു. എന്നിട്ട് ഇവർ കണ്ണീരൊഴുക്കുകയാണ്. ഇവർ കാട്ടിക്കൂട്ടുന്ന പരിപാടി എന്താണ്? ഞാൻ ഈ ചുമ്മാ ഒന്ന് വായിച്ചു നോക്കിയപ്പം ദിവസവും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ജൂതന്മാരാണ്. അമേരിക്കയിലെ ഒരു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മൾ വാർത്ത കൊടുത്തതാണ്. അവർ കല്യാണം ഉറപ്പിച്ചിരുന്നവരാണ് അവിടുത്തെ എംബസിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്തത്. ഇത് നിരവധി ആളുകൾ, ഞാൻ പറഞ്ഞേ ഏതാണ്ട് 10,000-ഓളം കേസുകളാണ് അമേരിക്കയിൽ കഴിഞ്ഞ ഒരു വർഷം അറ്റാക്ക് രേഖപ്പെടുത്തുന്നത്. അപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്തും ജൂതന്മാർ ആക്രമിക്കപ്പെടുന്നവരും മറ്റാരും എന്തിനേറെ നമ്മുടെ തേക്കടിയിൽ വന്ന ടൂറിസ്റ്റുകളെ അതായത് ഒരാൾ അയാളുടെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ജൂതന്മാർ മാത്രമാണ്. ഇപ്പോഴെന്നല്ല, എക്കാലത്തും. ഹമാസ് അന്ന് ഒക്ടോബർ 23 ചെയ്തത് നൂറ്റാണ്ടുകളായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, വംശഹത്യക്കിരയായിക്കൊണ്ടിരിക്കുന്ന സമൂഹം, അവർക്കെതിരെയാണ് വംശഹത്യ എന്ന് പറഞ്ഞ നുണക്കഥകൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ പറയുന്നത് ഇത്രയും കണ്ണീരൊഴുക്കും. ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുക. ഇവർ ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നു. ഞാനിപ്പോഴും പറഞ്ഞു, ഗാസയിലെ കുട്ടികളും സ്ത്രീകളും നിരപരാധികളും കൊല്ലപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ വലിയ തോതിൽ കൊലപാതകം നടക്കുന്നുണ്ട്, നിരപരാധികൾ കൊല്ലപ്പെടുന്നുണ്ട്, ഈ കാര്യം തർക്കമില്ല. പക്ഷേ ഇസ്രായേൽ ചുമ്മാ ഒരു അവസരം കൊടുക്കാതെ കൊല്ലുവല്ല. ഇസ്രായേൽ എന്താണ് പറഞ്ഞത്? 2 കാര്യം ഇസ്രായേൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നുള്ളൂ. വെടി നിർത്താം. ഒന്ന്, നിങ്ങൾ ഞങ്ങളുടെ 48 പേരെ വിട്ടു ഡെഡ് ബോഡിയെങ്കിലും തടവിലാക്കിയിരിക്കുന്ന 48 പേരെ അയച്ചു. 2, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിരിക്കുന്ന ഹമാസിനെ നിങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണം. ഹമാസ് ആയുധം താഴെ വയ്ക്കണം. ഹമാസിന് ഭാവി ഫലസ്തീനിൽ ഒരു റോളും ഉണ്ടാവരുത്. ഇത് ന്യായമല്ലേ? 2 കാര്യം. തിങ്കളാഴ്ച ട്രംപ് പറഞ്ഞിട്ട് ഇന്ന് വരെ മറുപടി തന്നിട്ടില്ല ഹമാസ്. അതിന് അല്ല, ട്രംപിൻ്റെ ഒന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ട്രംപ് ഇങ്ങനെ വായി തോന്നുന്നൊക്കെ ഇഷ്ടംപോലെ വിളിച്ചു പറയും. ട്രംപ് ഇച്ചിരി കഴിയുമ്പോൾ മറന്നുപോകും. അതുകൊണ്ട് ട്രംപ് പറയുന്നതുകൊണ്ട് നടക്കുന്ന വിശ്വാസം. ഞാനൊരു കാര്യം പറയാം, ഈ 2 ആവശ്യങ്ങൾ ന്യായമല്ലേ? എന്തുകൊണ്ടാണ് മീഡിയ വണിനും മാധ്യമത്തിനും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത്? ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അപലപിക്കണം, ഒരു സംശയവും വേണ്ട. പക്ഷെ അത് അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്ന വഴി എന്ന് പറയുന്നത്, ഉപാധി എന്ന് പറയുന്നത് ബന്ദികളെ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്താൽ കൂടെ
എന്തുകൊണ്ടാണ് ബന്ധുക്കൾ വിട്ടുകൊടുക്കാത്തത്? അതിന് ഉത്തരം പറയൂ. അതാണ് അവർ ഡെഡ് ബോഡി ആയാലും മതി എന്നാണ് ഡെഡ് ബോഡിയാണ് എന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത്? ആയിക്കോട്ടെ, ഡെഡ് ബോഡി എന്തുകൊണ്ടാണ് ഹമാസ് ആയുധം താഴെ വയ്ക്കാത്തത്? അപ്പോൾ ഈ ആയുധവുമായി പോരാടുന്ന ഹമാസിനെ, മനുഷ്യനെ തടവിൽ വയ്ക്കുന്ന ഹമാസിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കണ്ണീരൊഴുക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹമാസ്, ഈ ഗസയിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിന് മാത്രമാണ്. ഇസ്രായേൽ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ സൈന്യത്തിന് അവിടെ പോയി ഒരു ജനതയെ കൊന്നൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക സുഖം കിട്ടാനില്ല. ലോകത്ത് ഒരു പ്രത്യേക സുഖം കിട്ടാൻ പിന്നെ എന്തിനാണ്? അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷ. എന്തുകൊണ്ടാണ് ഇവരിപ്പം ഒക്ടോബർ 7-ാം തീയതി അടുത്തു, അതിന് 4 ദിവസം മുമ്പ് ഒക്ടോബർ 3-ാം തീയതി എന്തിനാണ് ഇവർ ഈ മാധ്യമം ഈ എപ്പിസോഡൊക്കെ എനിക്കറിയത്തില്ല. 7-ാം തീയതി എന്ത് വാർത്ത കൊടുക്കുമോ നമുക്ക് നോക്കുകയും ചെയ്യാം. അല്ല 7-ാം തീയതിയിൽ കണ്ട ഭാഗം കാണിക്കില്ല. ആ 7-ാം തീയതിയിൽ 8-ാം തീയതി ഇവർ തുടങ്ങിയാലും മനസ്സിലാക്കാം മാധ്യമം ഇന്ന് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ പറഞ്ഞു മാധ്യമം ദിനപത്രം ജനങ്ങളെ ഇവിടെ ഒരു കാര്യം രാജ്മോഹൻ മനസ്സിലാക്കണം. ഈ മാഞ്ചസ്റ്ററിൽ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ ജിഹാദി അൽ ഷമി എന്ന് പറയുന്ന കക്ഷി നിരപരാധികളെ 2 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ പ്രോ ലെഫ്റ്റ് പ്രോ ഇസ്ലാമിക് മാധ്യമങ്ങൾക്കാണ്. അതായത് ഈ കേരളത്തിൽ ജൂതന്മാരില്ലാത്തത് കൊണ്ട് ഈ മാധ്യമത്തിൻ്റെയൊക്കെ വാർത്ത കണ്ടാൽ ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസി ആ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരാളെ പോയി കുത്തിക്കൊന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇവരുടെ മനസ്സിലേക്ക്, ഇവരുടെ തലച്ചോറിലേക്ക് വലിയ നുണ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ നുണ ഇവരുടെ തലയിൽ കയറി കഴിഞ്ഞിട്ട് ഇവർ കരുതുകയാണ് ഇതാ ഇസ്രായേൽ വലിയൊരു മാടമ്പി രാജ്യമാണ്, ഇസ്രായേൽ അധിനിവേശ രാജ്യമുണ്ട്. ഞാൻ ആ ശ്രീജിത്ത് പെരുമനെ എന്ന് പറഞ്ഞൊരു വക്കീലുണ്ട്, ചാനൽ ചർച്ചയ്ക്ക് വരുന്നതെന്ന് തോന്നുന്നു. ഒരു ആത്മാർത്ഥതയുള്ള മനുഷ്യനൊന്നും അല്ല. ഇങ്ങനെ ഞാൻ ഭയങ്കര സംഭവമെന്ന് കരുതുന്ന ഒരു കക്ഷി സുപ്രീം കോടതി വക്കീൽ എന്നൊക്കെ അവകാശപ്പെടുന്ന അയാൾ സുപ്രീം കോടതി കേസ് നടത്തായിട്ട് എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കും, നമുക്കറിയില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആളുകൾ പരാതി കൊടുക്കും, പരിപാടിയൊക്കെ ഉണ്ട്. കുറേ ഈ ആക്ടിവിസ്റ്റുകളുണ്ട്, ഈ ഇടത് ഇസ്ലാമിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അയാളുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു, യാദൃച്ഛമായിട്ട് കണ്ടത്. അയാൾ ഇന്ത്യയുടെ ഒരു പിക്ചർ 4 മാപ്പിട്ടിരിക്കുകയാണ്. 47-ലെ ഇന്ത്യ ഫുൾ വെള്ള, കശ്മീർ മുതൽ കേരളം വരെയുള്ള, കന്യാകുമാരി വരെയുള്ള മുഴുവൻ കേരളം. 48-ലെ ഇന്ത്യ നടുക്ക് ഒരു ചുമല ഭാഗമുണ്ട്, അതിനകത്ത് ഇസ്രായേൽ എഴുതി വെച്ചിരിക്കുന്നു. 67 മുതൽ 72 വരെയുള്ള ഇന്ത്യ, അവിടത്തേക്ക് ഇത് വളരുകയാണ്, ഈ ചുമല ഇസ്രായേൽ വളരുകയാണ്. പിന്നെ ഇപ്പോൾ 2000-ന് ശേഷം ഇസ്രായേൽ ഗുജറാത്തും ഈസ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മാത്രമേ ഈ ഇന്ത്യയായിട്ട് ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഇസ്രായേലാണ്. ഒരാൾ പറഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്തേക്ക് ഈ ഒരു 80 വർഷം കൊണ്ട് മറ്റൊരു രാജ്യം കടന്നു കയറി ഇങ്ങനെ തിന്നാൽ എന്താവും? ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്തൊരു പച്ചക്കള്ളാണ്, ആലോചിച്ച് നോക്കി. അല്ല, ഇവരെല്ലാവരും തന്നെ വളരെ വളരെ കൃത്യമായ ആസൂത്രണത്തോട് തന്നെയാണ് ഇത്തരം നുണക്കഥകളോട്. അല്ല, ഈ കഥ തന്നെ ആലോചിച്ച് നോക്കൂ രാജ്മോഹൻ. നമുക്ക് കൃത്യമായിട്ടൊരു പശ്ചാത്തലം അറിയാം. 1948-ൽ ഇസ്രായേൽ തുടങ്ങാൻ തീരുമാനിച്ചത്, ഇസ്രായേൽ തന്നെ ഐക്യരാഷ്ട്രസഭയാണ് തീരുമാനിച്ചത്. ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അവരെ ഒരേ ഒരു വിഷയത്തിൽ മാത്രമേ തർക്കം ഉണ്ടായിരുന്നുള്ളൂ, അത് ജെറുസലേമിനെ. അന്ന് ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വെച്ചൊരു കാര്യവും ഇസ്രായേൽ അംഗീകരിച്ച കാര്യവും, നമുക്ക് ഈസ്റ്റ് ജെറുസലേമിനെ നമുക്കൊരു മറ്റൊരു ഭരണ സംവിധാനം, UN-ൻ്റെ നേതൃത്വമുള്ള ഭരണ സംവിധാനത്തിൽ കൊണ്ടുവരാം, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. കാരണം ഇസ്രായേലും ഫലസ്തീനും ഒരേപോലെ അവകാശപ്പെടുന്ന സ്ഥലം ബാക്കി നമുക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എതിർത്ത അറബ് രാജ്യങ്ങൾ ഈജിപ്തും ജോർദാനുമാണ് യുദ്ധം നടത്തിയത്. അവർ യുദ്ധത്തിൽ തോറ്റു. അവർക്ക് മനസ്സിലായി, പതിയെ 2 യുദ്ധമായപ്പോൾ അവർക്ക് പിടികിട്ടി ഇസ്രായേൽ ഒരു വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഈജിപ്തും ജോർദാനും ഇസ്രായേലുമായി ധാരണയിലെത്തി അവർ പിന്മാറി. UAE-യും സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങൾ പതിയെ പിന്മാറി. ഇവരെല്ലാം അടുപ്പത്തിലായി, ഇവരെല്ലാം തമ്മിൽ സൗഹൃദത്തിലായി, കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഈ ഹമാസ് എന്ന ഭീകര സംഘടനയും ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഭീകര സംഘടന, എന്തിനേറെ PLO ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും PAയും ഫലസ്തീൻ അതോറിറ്റിയും പിന്നീട് ഈ ഫോർമുലയിലേക്ക് വന്നു. 1994-ൽ ഓസ്ലോ കരാറിൻ്റെ സമയത്ത് ഇതേ തന്നെ ധാരണയിലെത്തി. നമുക്ക് ആ ഈസ്റ്റ് അല്ലേ, അതെ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈജിപ്തും ഇസ്രായേൽ, അന്ന് ബെഗിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഗിനും ഇപ്പുറത്ത് അൻവർ സാദത്തുമായിരുന്നു. സാദത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഒരു പട്ടാളക്കാരൻ വെടിവെച്ച് കൊല്ലിയായിരുന്നു. ഒരുപക്ഷെ ഈ ധാരണയിലെത്തിയത് അതിൻ്റെ ഒരു കാരണമായിരിക്കും, സാധ്യത കളയാൻ കഴിയുമായിരിക്കും. ഞാൻ പറഞ്ഞ വിരോധം തീർത്തായിരിക്കും. അപ്പം അങ്ങനെ ഇവർ തമ്മിൽ ധാരണയിലെത്തി. ഈ അന്നും ഉണ്ടായിരുന്ന കാര്യം ഈസ്റ്റ് ജെറുസലേമിൻ്റെ കാര്യം നമുക്ക് ഒരു കാര്യം പറയട്ടെ രാജ്മോഹൻ, ഈസ്റ്റ് ജെറുസലേം എന്ന് പറയുന്നത് ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയുന്ന വിഷയമല്ല. കാരണം ജൂതന്മാർ പറയുന്നത് അവരുടെ വെസ്റ്റേൺ വാൾ അടക്കം അവരുടെ വിശ്വാസത്തിൻ്റെ, അവരുടെ ദൈവം കുടികൊള്ളുന്ന സ്ഥലമാണത്, ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടെ പഴയ പള്ളി എവിടെയാണ്, ഞങ്ങളുടെ സ്ഥലം ഇതാണ്, ഞങ്ങൾക്ക് 3-ാം പള്ളി പണിയണം. അതേസമയം പ്രവാചകൻ്റെ കാലത്താണ്
അൽ അക്സ പള്ളി അവിടെ പണിയുന്നത്, ജെറുസലേം പള്ളി തകർത്തിട്ട് പണിതു എന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിലെ ഏറ്റവും പരിപാവനമായ മക്കയും മദീനയും കഴിഞ്ഞ ഏറ്റവും പരിപാവനമായ സ്ഥലമാണ് ഇത് പറയുന്നു. അപ്പോൾ ഈസ്റ്റ് ജെറുസലേം ഞങ്ങൾക്ക് വേണമെന്ന് ഫലസ്തീനും പറയുന്നു. അപ്പോൾ ഒരിക്കലും ഈ അൽ അക്സ അപ്പോൾ ഇവർ പറഞ്ഞ മൂന്നാമത്തെ പള്ളി, ജെറുസലേം ദേവാലയത്തിൻ്റെ തേർഡ് ചർച്ച് പണിയണമെങ്കിൽ ഈ അൽ അക്സ പള്ളി തകർക്കണം. അൽ അക്സ പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിലെ മക്കയും മദീനയും കഴിഞ്ഞ മൂന്നാമതാണ്. അതൊരിക്കലും സാധ്യമല്ല. അല്ല, ഐക്യരാഷ്ട്രസഭ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഈസ്റ്റ് ജെറുസലേമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഈസ്റ്റ് ജെറുസലേം ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്ത് ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാനും ഇസ്ലാമിന് പ്രാർത്ഥിക്കും ക്രിസ്ത്യാനി. കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യേശു ക്രിസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ്. യേശു ക്രിസ്തുവിൻ്റെ എല്ലാ ഓർമ്മകളും ഉള്ളത് ഈസ്റ്റ് ജെറുസലേമിലാണ്. വിശുദ്ധ നാടല്ലേ, വിശുദ്ധ നാടാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അവനവൻ്റെ വിശ്വാസത്തിൽ തുടരാൻ പറ്റുന്ന ഒരു കോമൺ സെൻ്ററായി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അതിനെ സംരക്ഷിക്കുകയും ബാക്കി രാജ്യങ്ങളെ ബാക്കിയെല്ലാം ഫലസ്തീനും ഇസ്രായേലിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ തുടരും. അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന ഗോലൻ ഹൈറ്റും വെസ്റ്റ് ബാങ്കും ഗാസയും വിട്ടു കൊടുക്കുകയും ചെയ്താൽ പ്രശ്നം തീരും. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി അറബ് രാജ്യങ്ങൾക്കായി. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഒരു പുതിയ ഫോർമുലയായിട്ട് വന്നപ്പോൾ എല്ലാവരും അംഗീകരിച്ചു. ഇത് മാത്രമാണ് ഇസ്രായേലിന് മുമ്പിലുള്ള പരിഹാരം. അല്ലാതെ കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ അൽ ജസീറയ്ക്കും മീഡിയ വൺ മാധ്യമം ഈ രണ്ടു കൂട്ടർക്കും മാത്രമേ ഇതൊരു പ്രശ്നമുള്ളൂ. അൽ ജസീറയുടെ ഗാസിലെ റിപ്പോർട്ടർമാരെല്ലാം തന്നെ ഹമാസിന്റെ നേതാക്കന്മാരാണല്ലോ. ഈ മാധ്യമ പ്രവർത്തനം കൊല്ലപ്പെടുന്നു പറഞ്ഞാൽ ഞാൻ അവിടെ ഇസ്രായേലോട് ചോദിച്ചു, നിങ്ങളത് ശരിയല്ലല്ലോ, നിങ്ങളൊരു മാധ്യമ പ്രവർത്തകർ. അവർ പറഞ്ഞു, ആരാണ് ഈ മാധ്യമ പ്രവർത്തകർ? ഈ ലോകത്ത് ഒരുപാട് മാധ്യമങ്ങളുണ്ട്, അവർക്കാർക്കും മാധ്യമ പ്രവർത്തകർ. അൽ ജസീറയ്ക്ക് മാത്രമുള്ളല്ലോ അവിടെ. അൽ ജസീറ മാധ്യമ പ്രവർത്തകർ അവിടുത്തുകാരാണ്. അല്ല, അവരെ മറ്റേ അവിടുത്തെ ഏറ്റവും വലിയ നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരുടെ ഈ ഇരട്ടത്താപ്പും ഈ കണ്ണുനീരും ഭയാനകമാണ്. അല്ല, ഈ ഗ്രീറ്റ തുൻബെർഗും സംഘങ്ങൾക്കും ഹമാസുമായി ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. കാരണം ഗാസയിലെ പ്രവർത്തനങ്ങൾ ഹമാസ് നടത്തുമ്പോൾ ഈ ഗാസയ്ക്ക് പുറത്തുള്ളതിന് വേണ്ടി ചില സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്, ചില ഇന്റർനാഷണൽ ലെവലിലൊക്കെ തന്നെ. അവരെല്ലാം ഇവരൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് പുറത്തു വന്നൊരു വാർത്ത. അല്ല, ഇത്രയും ഫണ്ടിങ് ആരോപണങ്ങളൊന്നും ഞാൻ അതേപോലെ വിശ്വസിക്കുന്ന ആളല്ല. എന്ത് പ്രതിഷേധം ഉണ്ടായാലും ഇവരെല്ലാം പറഞ്ഞൊരു കാര്യം, ഇപ്പം നമ്മളിപ്പം നമ്മുടെ ലഡാക്കിൽ പ്രക്ഷോഭം ഉണ്ടായി. ഞാൻ ഈ പ്രക്ഷോഭത്തിനെതിരാണ്. പക്ഷേ അപ്പം തന്നെ ലഡാക്കിൽ വാങ്ചൂക്കിന് വിദേശത്ത് നിന്ന് ഫണ്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ എപ്പോഴും ഇവർ പറഞ്ഞൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിലെനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ മാധ്യമത്തിനും മീഡിയ വണ്ണിനും അൽ ജസീറയ്ക്കും ഇത്തരത്തിൽ ചില ആക്ടിവിസ്റ്റുകൾക്ക് മാത്രമാണ് താല്പര്യം. ശബരിമല യുവതികളെ പ്രവേശിപ്പിക്കാനായിട്ട് ആക്ടിവിസ്റ്റുകൾക്കാണ് താല്പര്യം. ആക്ടിവിസ്റ്റുകൾ മനുഷ്യത്വപരമായി നിൽക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ആദ്യം ചിലത് ഹമാസ് എന്നൊരു ഭീകര സംഘടന ഇല്ലാതാവണം. അവർ ആയുധം താഴെ വയ്ക്കണം, അവർ ബന്ദികളെ വിട്ടേക്കണം. ഈ ഒരു മിനിമം കാര്യത്തിലേക്ക് വരാൻ ഇവർക്കാർക്കും കഴിയാതെ ഇവർ ഓർക്കണം. ഒക്ടോബർ 7-ാം തീയതി 1200 പേരെ കൊല്ലുകയും 250 പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിനെക്കുറിച്ച് ഒരു അക്ഷരവും പറയാനില്ല. മിണ്ടുന്നുണ്ട്. ഭയങ്കര സംഭവമായി പോയത്, മഹത്തായ സംഭവമാണത്. മഹത്തായ സ്വാതന്ത്ര്യ സമര ഫലസ്തീൻ പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സാഹചര്യമാണെന്ന് ആണ്. കാരണം എബ്രാഹാം അക്കോർഡ് എന്ന പേരിൽ ട്രംപ് കൊണ്ടുവന്നിരുന്ന ഈ കരാർ, ആ കരാറിലേക്ക് സൗദി അറേബ്യ കൂടി ചേരുമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന UAEയും എല്ലാവരും ചേർന്ന രാജ്യം, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ഭാഗമാകുന്നു. ഇന്ത്യ കൂടി അതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു മാറ്റത്തിന്, ഇസ്രായേലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മാറ്റത്തിനുള്ള പൂർണ്ണമായ തയ്യാറെടുപ്പുകളായപ്പോൾ ഇവരതിനെ ടോർപ്പിട ചെയ്തതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവരുടെ ആഗ്രഹം എന്താണ്? ഈ പറയുന്ന ഹമാസ് അവിടെ നിലനിൽക്കണം, ഫലസ്തീനിലെ ജനങ്ങൾ കണ്ണീരനുഭവിക്കണം, അവർ പീഡനത്തിനിരയാവണം, അവർ കൊല്ലപ്പെടണം. എന്നിട്ട് ഇവരിവിടെ കിടന്ന് ബഹളം വെക്കുന്നു, കണ്ണീരൊഴുക്കുന്നു. യഥാർത്ഥ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ യഥാർത്ഥ ഇരകൾ ആരാണെന്ന് തിരിച്ചറിയുക. യഥാർത്ഥ ഇരകൾ എന്ന് പറയുന്നത് ഹമാസ് ഈ പറഞ്ഞ ഇസ്രായേൽ ഒരു വശത്തും മറുവശത്ത് ഗസയിലെ ജനങ്ങളുമാണ് ഇരകളായിരിക്കുന്നത്. ഈ ഗസയിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത് ഹമാസാണ്. ഫലസ്തീനും ഹമാസ് ഒന്നാണെന്ന തെറ്റിദ്ധാരണ പലപ്പോഴും ഇവർ പറഞ്ഞു വരുത്താറുള്ളത്. അങ്ങനെ ഒരു പറച്ചിലാണ്. ഹമാസിന്റെ നേതാക്കളെ ഇവർ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളായാണ് കാണുന്നത്. ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടന ഇരിക്കുന്നിടത്തോളം കാലം അവർ ആയുധവുമായി ഇസ്രായേലിനെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ സംഭവമാണ്. ഇപ്പം കുത്തിയല്ലോ രണ്ടുപേർ. ഇത് ഇവർ കുത്തിവെക്കുന്ന വിഷമേറ്റിട്ട് ആവേശം കൊണ്ട് ചെയ്യുന്നത് ലോകത്ത് എവിടെയും നടക്കാം. ആയിരക്കണക്കിന് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുണ്ട് ജൂതന്മാരായതുകൊണ്ടും. അതാണ് വംശഹത്യ. ഒരാൾ ജൂതനാണ് എന്നതുകൊണ്ട് അയാളെ വംശഹത്യ ചെയ്യുമ്പോൾ ഇവിടെ നിന്നോട് വിലപിക്കുന്ന ഒരവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും ഈ ഇരട്ടത്താപ്പ്, അതായത് മാഞ്ചസ്റ്ററിലെ ജൂതനായതുകൊണ്ട് മാത്രം രണ്ടുപേരെ കുത്തിക്കൊന്നുമ്പോൾ, നിരവധി പേർക്ക് കുത്തിയേൽക്കുമ്പോൾ അതിൽ കൈയടിക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നവർ തന്നെ ഇവിടെ ഈ മറുഭാഗത്തിരുന്നുകൊണ്ട് കൂട്ടക്കൊലയെ ന്യായീകരിച്ചുകൊണ്ട് ഇരുന്ന് മൂങ്ങുന്നു.
ഞങ്ങളെ കൊല്ലുന്നേ, എല്ലാം മാനവികതയുടെ പേരിലാണ്. മാനവികത. ഇത് കഷ്ടമാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഈ നാട്ടിലെ മനുഷ്യർക്കുണ്ട്. ആ തിരിച്ചറിവിൻ്റെ കാലം എത്തിക്കൊണ്ടിരിക്കുന്നു. ഒക്ടോബർ 7-ാം തീയതി ആവുമ്പോഴേക്കും വളരെ കൃത്യമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന 4 ദിവസം. ഒക്ടോബർ 7-ാം തീയതി ആകുമ്പോഴത്തേക്കും ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ചരമഗീതം എഴുതാൻ സമയമാകും. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുന്ന സാഹചര്യങ്ങളും നിരവധി നിരപരാധികൾ കൊല്ലപ്പെടും. പക്ഷെ കരഞ്ഞിട്ട് കാര്യമില്ല. സ്വയം ചോദിച്ചു വാങ്ങുന്ന പണിയാണ്. അനുഭവിക്കില്ല, അത് മറ്റു വഴിയൊന്നുമില്ല. നന്ദി, നമസ്കാരം.